തൊട്ടടുത്തൊരു രാജകുമാരി ഉണ്ടായിരുന്നു. പൂക്കളും ചെടികളും ഒക്കെ അവൾക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. പക്ഷേ അവൾക്കൊരു പ്രശ്നമുണ്ടായിരുന്നു. അവൾക്ക് തീരാ തലവേദനയായിരുന്നു അവളുടെ പ്രശ്നം. പല തരത്തിലുള്ള ചികിത്സകൾ എടുത്തിട്ടും അവളുടെ തലവേദന ഒട്ടും ദൈവമേ, തന്നെ എന്റെ മാറിയിരുന്നില്ല. തലവേദന കുറച്ചു തരണേ. ഒരു ചികിത്സയും ഇതുവരെ ഫലപ്രദമായിട്ടില്ല. ദൈവമേ, എന്റെ തലവേദന കുറച്ചു തരണേ. ദൈവമേ, എന്റെ തലവേദന കുറച്ചു തരണേ. ഒരു ചികിത്സയും ഇതുവരെ ഫലപ്രദമായിട്ടില്ല. ദൈവമേ, എന്റെ തലവേദന കുറച്ചു തരണേ. അങ്ങനെയിരിക്കെ ഒരു സ്ത്രീ അവരെ സമീപിക്കുകയും തലവേദനയ്ക്കുള്ള മരുന്ന് അവരുടെ കയ്യിൽ ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. തലവേദന കുറയ്ക്കാനുള്ള മരുന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ആരോടും പറയരുത്. എന്നോടൊപ്പം വരണം, അല്ലെങ്കിൽ മരുന്ന് ഫലപ്രദമാകില്ല. അതോടൊപ്പം രാജകുമാരി കാട്ടിലൂടെ അവരുടെ വീട്ടിലേക്ക് നടന്നു. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് എപ്പം വീട്ടിലെത്തുമെന്നൊക്കെ. വീട്ടിലേക്ക് എത്താൻ ഇനിയും ഒരുപാട് ദൂരമുണ്ടോ? എനിക്ക് എത്രയും പെട്ടെന്ന് തിരികെ കൊട്ടാരത്തിലെത്തണം. ആ സ്ത്രീ ആ ജ്യൂസ് കൊടുത്തു. പക്ഷെ അത് മയങ്ങാനുള്ള ജ്യൂസായിരുന്നു. അത് കുടിച്ച ഉടനെ തന്നെ ബോധം കെട്ട് വീണു. ജ്യൂസ് കുടിക്കൂ, ദീർഘദൂരം നടന്നതിന്റെ ക്ഷീണം മാറും. രാജകുമാരി തലയിറങ്ങി വീണപ്പോൾ ആ സ്ത്രീക്ക് വളരെയധികം സന്തോഷമായി. രാജകുമാരിക്ക് ബോധം പോയി. ഈ വിവരം മന്ത്രവാദിനിയെ അറിയിച്ചാൽ എനിക്ക് കുറേ പണം. ഞാൻ ഇപ്പോൾ തന്നെ രാജകുമാരിയെയും കൊണ്ട് പറക്കാൻ പോവുകയാണ്, എന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ. ഈ സുന്ദരിയായ രാജകുമാരിയെ എനിക്ക് തന്നതിന് നന്ദി. അടുത്ത 10 ദിവസത്തിനുള്ളിൽ എന്റെ ശക്തി ഇപ്പോഴുള്ളതിനേക്കാൾ 100 മടങ്ങ് വർദ്ധിക്കും. ദയവായി എന്നെ മോചിപ്പിച്ച് എന്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ അനുവദിക്കൂ. നിങ്ങൾ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ എന്റെ ലക്ഷ്യം നിറവേറില്ല. രാജാവ് വളരെയധികം വിഷമത്തിലാണ്. അദ്ദേഹം എങ്ങനെ തങ്ങളുടെ മകളെ കണ്ടെത്തുമെന്ന് ചിന്തിക്കുകയാണ്. എങ്ങനെ എന്റെ മകളെ കണ്ടെത്താനാകും? അവളെ കടലിനപ്പുറത്തേക്ക് തട്ടിക്കൊണ്ടുപോയി. അവളെ കണ്ടെത്താൻ നമുക്ക് കടൽ കടന്നേ മതിയാകൂ. ഈ രാജാവിന്റെ ദൂതന്മാർ നാട്ടിൽ മൊത്തവും വിളംബരം ചെയ്തു രാജകുമാരിയെ കണ്ടെത്തുന്ന ആളിലേക്ക് രാജാവിനെ കാണാൻ. അങ്ങനെ ഒരു പയ്യൻ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ രാജാവിനെ കാണാൻ. രാജകുമാരിയെ കാണാതായിരിക്കുന്നു. അവളെ കണ്ടെത്താൻ കഴിയുന്നവർ രാജാവിനെ കാണുക. ഞാൻ രാജകുമാരിയെ ഏത് വിധേനയും കണ്ടെത്തും. അങ്ങനെ ആ പയ്യൻ അവന്റെ അമ്മയോട് പറഞ്ഞ് യാത്ര തുടർന്നു. ദൂരം കടൽ വഴി യാത്ര ചെയ്തപ്പോൾ ഒരു കടൽ സർപ്പം അവനെ ആക്രമിക്കാനായി തുനിഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾ രാത്രിയിൽ യാത്ര ചെയ്യുന്നത്? കടൽ സർപ്പമായി യുദ്ധം ചെയ്ത് ആ പയ്യൻ കടൽ സർപ്പത്തെ കൊന്നിട്ട് യാത്ര തുടർന്നു. ഞാൻ നിന്നെ കൊല്ലും. Oh, I've reached the place I want. Maybe I need to walk this way to reach the cliff house? ഒരുപക്ഷെ അവൻ രാജകുമാരിയെ രക്ഷിക്കാൻ വരുന്ന ആളായിരിക്കാം. എങ്ങനെയെങ്കിലും എനിക്ക് രാജകുമാരിയെ ഒളിപ്പിക്കണം. എന്നെ വിടൂ, എന്നെ വിടൂ. അവിടെയുള്ള പെണ്ണിനോട് കള്ളം പറഞ്ഞ് ആ മനുഷ്യൻ ആ വീട്ടിലേക്ക് കടന്നു കയറി. ഞാനൊരു വിൽപ്പനക്കാരനാണ്. ഒരു രാത്രി ഇവിടെ തങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ മനുഷ്യൻ ആ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അവിടെ മേശപ്പുറത്ത് ഒരു രാജകീയ ചിഹ്നമുള്ള ഒരു ലോക്കറ്റ് കണ്ടു. അപ്പൊ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ തന്നെ രാജകുമാരി ഉണ്ടെന്ന്. വരൂ, ഞാൻ നിങ്ങളുടെ മുറി കാണിച്ചു തരാം. ഈ റൂം വളരെ മനോഹരമാണ്. നന്ദി.
രാജകുമാരി ഇവിടെ എവിടെയോ ഉണ്ടായിരിക്കണം. വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാൻ ഇവിടെയുണ്ട്. ഇതിനെ ആരും ഇല്ലാത്ത സമയം നോക്കി ഇവർ വേഗമോടൂ. രണ്ടുപേരും കൂടി ഇതിന്റെ പുറത്തേക്ക് കടക്കുന്നു. ഇവിടെ വന്നയാൾ പ്രശ്നക്കാരനല്ല, അതിനാൽ നമ്മുടെ സുരക്ഷയെക്കുറിച്ച് വിഷമിക്കേണ്ട. ഓ, ആ രാജകുമാരി രക്ഷപ്പെട്ടോ? അവൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞാൻ അവളെ പിടിക്കും. അവൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്നെ എന്റെ രാജ്യത്തിൽ എത്തിക്കാൻ സഹായിച്ചതിന് വളരെ നന്ദി. അതെന്റെ കടമയാണ് രാജകുമാരി. ആ മന്ത്രവാദി നമ്മെ പിന്തുടരുന്നു. മന്ത്രവാദിയുമായി അവൻ ചാന്ദിനിയായിട്ട് യുദ്ധം ചെയ്തു. അവളെ കൊന്ന് കടലിലിട്ടു. Thank you, my dear friend. I have kept my promise to you, your majesty, and to all the good people of our village. നിങ്ങളെ ഞാൻ രാജകീയ മന്ത്രിയായി നിയമിച്ചിരിക്കുന്നു. അങ്ങനെ വൈദ്യൻ നല്ല ചികിത്സ കൊടുത്തു. അവരുടെ തലവേദനയൊക്കെ മാറുകയും ചെയ്തു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.